വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി 400 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 295-ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ അലവബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് ഫോർ എ മീഡിയം എൻ്റർപ്രൈസ് ആസ് പെർ ഗൈഡ് ലൈൻസ് ഓൺ MSME അതായത് April 1, 2025 തൊട്ടിട്ട് MSME എന്താ വേണ്ട മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കാം, നമുക്ക് ആ പുതിയ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചിട്ട് പോകാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റാണ് ആരുടെ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ. മീഡിയം എൻ്റർപ്രൈസിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം എൻ്റർപ്രൈസിൻ്റെ ഇപ്പം 125 crores ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് പഠിച്ചിട്ട് പോകാം. മൈക്രോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2.5 crore ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ മൈക്രോ, സ്മോൾ, മീഡിയം എന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പം 2.5 കോടി, സ്മോളിനാണെങ്കിൽ 25 കോടി, മീഡിയത്തിനാണെങ്കിൽ 125 കോടി. അപ്പോൾ 2.5 ആ പോയിൻ്റ് മാറ്റിയാൽ 25, അതിൻ്റെ കൂടെ 1 ഇട്ടാൽ 125 കോടി. അപ്പോൾ അത് 3 നമുക്കങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. മൈക്രോ, സ്മോൾ, മീഡിയം എന്ന് ഇങ്ങനെ താഴോട്ട് എഴുതുക. പിന്നെ റിവൈസ്ഡ് 2.5 crore, 25 കോടി, 125 കോടി അങ്ങനെ. ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ ഇപ്പം ഉയർത്തിയിട്ടുണ്ട്. 10 കോടിയാണ് മൈക്രോയ്ക്ക് വരുന്നത്. ടേൺ ഓവറിൻ്റെ സ്മോളിന് വരുന്നത് 100 കോടിയാണ്. മീഡിയം എൻ്റർപ്രൈസിന് വരുന്നത് 500 കോടിയാണ് കേട്ടോ. അപ്പോൾ 2025-26 ബജറ്റിലാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. February 1, 2025 ഈ വർഷത്തെ ബജറ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ April 1 അത് പ്രാബല്യത്തിൽ വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. 401-ാമത്തെ ചോദ്യം, ദ ഇയർ ഇൻ വിച്ച് എ ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ബൈ ICA കൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്. ഒരു ഗ്ലോബൽ മാർക്കാണ്. ഓക്കെ, ICA കൂപ്പ് എന്നറിയപ്പെടുന്നത് അത് എന്നാണെന്നാണ്. 2012, 2009, 2013, 1995. അപ്പോൾ എന്നാണ്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2013 കൂപ്പ് കേട്ടോ. ICAയുടെ കൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2013 ICAയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്ത് കാണാം കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് മറക്കരുത്. 1 to 20 സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 100 രൂപയാണ് ചാർജ് വരുന്നത്. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം, ഓൺലൈനായിട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ അപ്പുറത്തെ ഫോൾഡറിൽ എന്തുണ്ട്, PDF-ഉം അവൈലബിൾ ആണ്. പിന്നെ കോപ്പറേറ്റീവ് ലോ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ അവരും ചാനൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. കോപ്പറേറ്റീവ് ലോയുടെയും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 500 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. പിന്നെ ഈ ടിനുവ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈസ് എ സെൻട്രൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. എവിടത്തെയാണ് ഈ ടിനുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വീഡനാണോ, ഇസ്രായേലാണോ, ഇറ്റലിയാണോ, ഡെൻമാർക്കാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എവിടത്തെയാണ് ഈ ടിനുവ എന്നുള്ളത്? ഓക്കെ, അപ്പോൾ എവിടത്തെയാണ് ടിനുവ? എവിടത്തെയാണ്? ഇസ്രായേലിലെയാണ് ടിനുവ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇസ്രായേലിലെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആണ് ടിനുവ. നെക്സ്റ്റ്, വൈൻഡിങ് അപ്പ് ഓഫ് ആൻ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷാൾ ബി മെയ്ഡ് ഓൺലി വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ. ആരുടെ പ്രീവിയസ് സാങ്ഷൻ വാങ്ങേണ്ടിയിരിക്കും? ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണല്ലോ. സോ ഗവൺമെൻറ് ആണോ, RBI ആണോ, നബാർഡ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? RBIയുടെ കയ്യിലാണോ അല്ലേ? സോ RBIയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രീവിയസ് ആയിട്ടുള്ള സാങ്ഷൻ വാങ്ങിക്കണം. അപ്പോൾ ഉത്തരമായിട്ട് വരിക ആരാണ്? RBI ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക്സും അതുപോലെ സെൻട്രൽ ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സും ഓൾസോ ബാങ്ക്സ് ആണ് കേട്ടോ, സൊസൈറ്റീസ് അല്ല. ഓൾസോ നോൺ ആസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും UCBs ഒക്കെ ഈ ഒരു ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സ്റ്റേറ്റ് ആയിട്ടുള്ളതും സെൻട്രൽ ആയിട്ടുള്ളതും പിന്നെ പ്രൈമറി ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ് കേട്ടോ. ഓക്കെ, ദീസ് ബാങ്ക്സ് ആർ കവേർഡ് ബൈ, ഇവർക്ക് DICGCയുടെ എന്തുണ്ടായിരിക്കും? സ്കീമിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. DICGCയിൽ ഇപ്പം RBI ആണ് പിന്നെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ DICGC ഇൻഷ്യൂർഡ്, അതായത് RBI വിച്ച് ഈസ് എ സബ്സിഡിയറിയാണ്. DICGC ആരുടെ സബ്സിഡിയറിയാണ്? RBI പ്രൊട്ടക്ഷൻ കൊടുത്ത് നോക്കുന്നത് DICGCനെ കേട്ടോ. അതായത് RBIയുടെ സബ്സിഡിയറി ആണ് ഇവർ.
ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അതൊന്ന് ചോദ്യം സാധാരണ വരാറുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത വർഷം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. സോ ആ ഭാഗം ഒന്ന് നോക്കണം. ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് കേട്ടോ ഡെപ്പോസിറ്റ് പെർ ബാങ്ക് ഇൻ ദ സെയിം റൈറ്റ് ആൻഡ് കപ്പാസിറ്റി എന്ന് പറയും. ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഒരുപാട് 4 അക്കൗണ്ട് ആ ബാങ്കിലുണ്ടെന്ന് വിചാരിക്കാം. 4 അക്കൗണ്ട് ബാങ്കിലുണ്ട്. പല ഇതിൽ 4 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ ഒരേ കാറ്റഗറിയിലുള്ള അക്കൗണ്ടാണ്. അപ്പം സേവിങ്സ് അക്കൗണ്ട്, FD അങ്ങനത്തെ നോർമൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ, അതായത് ബാങ്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് 5 ലക്ഷം തന്നെയാണ് കേട്ടോ. എന്നാൽ വ്യത്യസ്ത ബാങ്കിൽ അയാൾക്കിപ്പോൾ ഈ ഒരു A എന്ന് പറഞ്ഞ ബാങ്കിലുണ്ട്, പിന്നെ B എന്ന ബാങ്കിൽ വേറെ കുറച്ചുണ്ടെങ്കിൽ അപ്പോൾ Aയിൽ നിന്നും കിട്ടും, Bയിൽ നിന്നും കിട്ടും കേട്ടോ. പെർ ബാങ്കാണ് പറയുന്നത്. ഒരു ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. ഡെപ്പോസിറ്റ് പെർ ബാങ്കാണ്. പിന്നെ അതുപോലെ തന്നെ സെയിം റൈറ്റ് ആൻഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ കാറ്റഗറിയിൽ ഒരേ ടൈപ്പ് അക്കൗണ്ടുകളാണുള്ളതെങ്കിൽ അയാൾക്ക് ആ എല്ലാ ടൈപ്പിനും കൂടി 5 ലക്ഷം കിട്ടുള്ളൂ. അതാണ് പറയണത്, ഒരേ ടൈപ്പ്. പിന്നെ വ്യത്യസ്ത കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അയാളിപ്പം മൈനറുടെ ഗാർഡിയനായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്, മൈനറുടെ പേരിലാണ്, അയാൾക്ക് അതിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അയാൾ ഒരു ട്രസ്റ്റി ആയിട്ട് വേറെ ഒരു ട്രസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ അതാ പറയണത്. അപ്പോൾ വ്യത്യസ്ത സെയിം റൈറ്റും സെയിം കപ്പാസിറ്റി ആണെങ്കിൽ മാത്രമാണ് 5 ലക്ഷം. അപ്പോൾ മറ്റത് ഓരോരോ ടൈപ്പ് ആണെങ്കിൽ അയാൾക്ക് ആ ഓരോ ഡെപ്പോസിറ്റിന്മേലും 5 ലക്ഷം രൂപ കൊടുക്കാൻ അർഹനാണ്, അല്ലെങ്കിൽ കിട്ടാൻ അർഹനാണ് കേട്ടോ. കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥനാവും. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞ എമൗണ്ടും ഓർത്ത് വയ്ക്കുക. അപ്പോൾ 5 ലക്ഷമാണ് പെർ ഡെപ്പോസിറ്റർ പെർ ബാങ്ക് ഇൻ ദ സെയിം റൈറ്റ് ആൻഡ് കപ്പാസിറ്റിയിൽ കൊടുക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്തത് ആൻ ഇൻക്വയറി ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് ഇൻക്വയറി 4 മാസമാണ്. അത് പഴയ ഇതായ കാരണം ഇതിൽ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. സോ 4 മാസമാണ്. 65 സബ്സെക്ഷൻ 5-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. 4 months ആണിപ്പം എൻക്വയറി ബൈ രജിസ്ട്രാർ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാലാവധി എന്ന് പറഞ്ഞു. അടുത്തത് ദ ഡാഷ് ഷാൾ സപ്ലൈ ഓൾ പോളിംഗ് മെറ്റീരിയൽസ് ടു ദ റിട്ടേണിംഗ് ഓഫീസർ. അതായത് ഇലക്ഷൻ്റെ സമയത്ത് ആരാണ് പോളിംഗ് മെറ്റീരിയൽസ് ഒക്കെ റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. മാനേജിങ് കമ്മിറ്റി ആണോ, രജിസ്ട്രാർ ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ആണോ, ഇലക്ട്രൽ ഓഫീസർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഇലക്ട്രൽ ഓഫീസറാണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇലക്ട്രൽ ഓഫീസറാണ് പോളിംഗ് മെറ്റീരിയൽസ് ഒക്കെ റിട്ടേണിംഗ് ഓഫീസർക്ക് സപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ആസ് പെർ സെക്ഷൻ 90 ഓഫ് KCS ആക്ട് 1969 എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി അഫിലിയേറ്റഡ് വിത്ത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 90 എന്താണെന്ന് പഠിക്കണം അല്ലേ. അപ്പോൾ ആ ഹെഡിങ്ങിൽ തന്നെയുണ്ട് സെക്ഷൻ 90 എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് തന്നെയാണ് ആ സെക്ഷനിലെ ഹെഡിങ് പറയുന്നത്. അഫിലിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള അഫിലിയേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ. ആസ് പെർ സെക്ഷൻ 90 ഓഫ് KCS ആക്ട് 1969 എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി അഫിലിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സെക്ഷൻ 90 നമുക്കൊന്ന് പഠിക്കാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് ഷാൾ വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് ഓർ വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. ഒന്നുകിൽ ഈ ആക്ട് കമൻസ് ചെയ്ത തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ തൊട്ട് വിച്ച് എവർ പീരിയഡ് എക്സ്പയേഴ്സ് ലേറ്റർ ഗെറ്റ് ഇറ്റ് സെൽഫ് അഫിലിയേറ്റഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ എന്ത് ചെയ്യണം? അഫിലിയേറ്റ് ചെയ്യണം വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months കേട്ടോ. അതാണ് 90 സബ്സെക്ഷൻ 1 പറയുന്നത്. സബ്സെക്ഷൻ 2 എന്താ പറയണത്? ദ അഫിലിയേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൾ ബി ഇൻ ഫോഴ്സ് ഫോർ എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അഫിലിയേഷൻ ആൻഡ് ഷാൾ ബി റിന്യൂഡ് ഓൺ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരിയഡ്. ഓരോ വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം? അത് പുതുക്കണം അല്ലേ. ആ ഒരു പീരിയഡ് റിന്യൂ ചെയ്യണം. ഓക്കെ. The fees payable by a cooperative society for an affiliation to state cooperative union or for the renewal of such affiliation shall be പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുണ്ട്. റൂളിലാണ് അതിനെക്കുറിച്ച് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇഫ് എനി, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി അഫിലിയേഷന് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കണം അല്ലേ, അതിനെക്കുറിച്ച് റൂളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. ഇഫ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ്, ഏതെങ്കിലും സൊസൈറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്യാൻ പരാജയപ്പെട്ടാൽ എന്താണ്ടാവുക? ആസ് റിക്വയർഡ് ബൈ സബ്സെക്ഷൻ 1 പ്രകാരം ടു റിന്യൂ അല്ലെങ്കിൽ പുതുക്കാതിരുന്നാൽ
2 പ്രകാരം. ഒന്ന് അഫിലിയേറ്റ് ചെയ്യാതിരുന്നാൽ, രണ്ടാമത്തെ പുതുക്കാതിരുന്നാൽ. അപ്പോൾ 1ഉം 2ഉം ആണ് ഇത് കണക്ട് ചെയ്ത് വെക്കേണ്ടത്. സച്ച് സൊസൈറ്റി ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി ഓഫ് ദ പ്രിവിലേജസ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ചാപ്റ്റർ 5 ഓഫ് ദിസ് ആക്ട്. ചാപ്റ്റർ 5 പ്രിവിലേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 5 പറഞ്ഞിട്ടുള്ള ഒരു പ്രിവിലേജസും ആർക്ക് അവൈലബിൾ ആവില്ല എന്ന് പറഞ്ഞു, സൊസൈറ്റിക്ക് അവൈലബിൾ ആവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീഴ്ച വരുത്തുന്ന സംഘങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു PYQ ആണ്. ചോദിച്ച ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, സൊസൈറ്റിക്ക് പ്രിവിലേജസ് അഫിലിയേറ്റ് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരമായിട്ട് വന്നത് ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി ഓഫ് ദ പ്രിവിലേജസ്, ഒരു പ്രിവിലേജസും അവൈലബിൾ ആവില്ല കൺഫേർഡ് ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ചാപ്റ്റർ 5. ചാപ്റ്റർ 5 പ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു പ്രിവിലേജസും എൻറ്റൈറ്റിൽഡ് ആവില്ല, കാരണം അവർക്ക് അതിനുള്ള അവകാശമില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ സെക്ഷൻ 90 എന്തായിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നതായിരുന്നു സെക്ഷൻ 90. അപ്പോൾ ഇതിൽ 6 months ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഫീസ് പേയബിൾ. അഫിലിയേഷൻ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ റിന്യൂ ചെയ്യണം, നിർബന്ധമാണ്. പിന്നെ ഇനിയിപ്പോൾ അത് ചെയ്തില്ല, അതൊന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാലത്തെ കാര്യമാണ് പറയണത്. എന്താണ്ടാവുക, സൊസൈറ്റിക്ക് ചാപ്റ്റർ 5 പറഞ്ഞിട്ടുള്ള പ്രിവിലേജസ് ഒന്നും അവൈലബിൾ ആവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രൊസീജിയർ ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി പ്രൊവൈഡഡ് ഇൻ. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലാണോ, ഓഡിറ്റ് മാനുവലിലാണോ, ഓഡിറ്റ് പ്രോഗ്രാമിലാണോ, ഓഡിറ്റ് നോട്ടിലാണോ? അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഓഡിറ്റ് മാനുവലിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡാറ്റ ഏതൊക്കെ എങ്ങനെയൊക്കെ എടുക്കണം എന്ന് അത് വായിക്കുന്ന ഉദ്യോഗസ്ഥന് മനസ്സിലാകത്തക്ക രീതിയിൽ അതിലവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രൊസീജിയർ ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി പ്രൊവൈഡഡ് ഇൻ ഓഡിറ്റ് മാനുവൽ എന്നാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഫീ ഓർ കോസ്റ്റ് ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ഷാൾ ബി ഡിസൈഡഡ് ബൈ. വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ആ ഫീസ് തീരുമാനിക്കുന്നത് ആരാണെന്നാണ്? റിട്ടേണിംഗ് ഓഫീസറാണോ, ഇലക്ട്രൽ ഓഫീസറാണോ, രജിസ്ട്രാറാണോ, കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ആണോ? ആരാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നത് ആരാണ്? കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ആണ് കേട്ടോ. സൊസൈറ്റിയുടെ കമ്മിറ്റിയാണ് ഈ ഒരു ഫീസ്, കോസ്റ്റ് ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മാക്സിമം ആർബിട്രേഷൻ ഫീസാണ് ചോദിച്ചിട്ടുള്ളത്. പേയബിൾ ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ടിന് മാക്സിമം കൊടുക്കുന്ന തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ട്, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇതിൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാർക്കുമാണ്. അതായത് ധനപരമായ തർക്കങ്ങൾ, അതായത് ഇപ്പം സഹകരണ വകുപ്പിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥൻ രജിസ്ട്രാറാണല്ലോ. അപ്പോൾ ആൾക്കാണ് പൈസയുടെ കാര്യങ്ങൾ നോക്കാൻ ഉള്ള ഒരു അധികാരമുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. ആളാണല്ലോ ഹെഡ്. അപ്പോൾ അതുകൊണ്ട് ഹെഡാണല്ലോ പൈസയുടെ കാര്യങ്ങൾ നോക്കുക. അതുപോലെ മോണിറ്ററി ഡിസ്പ്യൂട്ട്, ധനപരമായ തർക്കങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണെന്നും ധനപരമല്ലാത്ത നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനാണെന്നും ആദ്യം ബേസായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സച്ച് നമ്പർ ഓഫ് കോടതികളേനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ്റാണ് അല്ലേ. റിക്വയർഡ് ടു ഡീൽ വിത്ത് നോൺ മോണിറ്ററി കേസസ് നോക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ പിന്നെ അവിടെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നോൺ മോണിറ്ററി കേസസ് നോക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കോടതികൾ, ഈ ഒരു ആർബിട്രേഷൻ കോടതികൾ ഉണ്ടാക്കും. ആരാണ്ടാക്കണത്? ഗവൺമെൻറ് ഉണ്ടാക്കണത്. അതിലാരാണ് ഉണ്ടാവുക? അതിലുള്ള ഉദ്യോഗസ്ഥനെയാണ് പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നാണ് പറയുക കേട്ടോ. പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞാൽ ഓഫീസർ ഓഫ് ഒരു മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ മുകളിലേക്കുള്ള ആളായിരിക്കണം. സിവിൽ ജഡ്ജ്, ജൂനിയർ ഡിവിഷൻ ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഡെപ്യൂട്ടേഷൻ ബേസിൽ അവരെയും നിയമിക്കാം. സിവിൽ ജഡ്ജ്, ജൂനിയർ ഡിവിഷനിലുള്ളവരെയും ജുഡീഷ്യൽ സർവീസ് എന്ന് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദ പ്രിസൈഡിങ് ഓഫീസർ ഷാൾ ബി അസിസ്റ്റഡ് ബൈ എ സെക്രട്ടറി ഉണ്ടായിരിക്കും. സെക്രട്ടറിയുടെ റാങ്ക് എന്താണ്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കുറയാൻ പാടില്ല. അതാണ് ഈ പ്രിസൈഡിങ് ഓഫീസറുടെ അസിസ്റ്റ് ചെയ്യുന്ന സെക്രട്ടറിയുടെ ഒരു പരിധി പറയുന്നത് കേട്ടോ. എഡ്യൂക്കേഷണൽ പറയുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്ത റാങ്കോട് കൂടിയ ആളായിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഫീസ് പഠിക്കാം.
ഇതൊക്കെ മാറ്റം വന്നതാണ് കേട്ടോ. നമ്മൾ അമെൻഡ് ചെയ്തതൊക്കെ വയലറ്റ് നിറത്തിൽ കാണുന്നതൊക്കെ അമെൻഡഡ് ആണ്. സോ ഈ ഫീസ് ഫോർ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്സ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 50 പൈസയാണ് ഓരോ 10 രൂപയ്ക്ക് കേട്ടോ. 50 പൈസ ഫോർ എവറി ക്ലൈം ഓഫ് ₹10. ഓക്കെ. ഇനി മിനിമം നോക്കുകയാണെങ്കിൽ മിനിമം ഓഫ് ₹500 500 രൂപ ആൻഡ് മാക്സിമം ഓഫ് റുപ്പീസ് ആണ് പറയുന്നത് 5000 ₹2 lakh വരെ, 2 ലക്ഷം വരെ 5000 രൂപയേ ഉള്ളൂ. പിന്നെ മാക്സിമം ₹7500 ആണ്, 7500 ആണ്. 10 ലക്ഷം വരെ 10 lakh വരെ. ഇനി പിന്നെ 10,000 ആണ്, 10,000 ആണ്. 10 ലക്ഷത്തിൽ കൂടിയാൽ, അതായത് എബൌട്ട് 10 lakh. ഓക്കെ, എബൌട്ട് 10 lakh. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോണിറ്ററി ഡിസ്പ്യൂട്ട് മാക്സിമം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എത്ര കൊടുക്കണം? 10,000 രൂപ കൊടുക്കണം അല്ലേ. എബൌട്ട് 10 lakhന് മാക്സിമം 10,000 രൂപ കൊടുക്കണം. പിന്നെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ പെറ്റീഷൻസ് എംപ്ലോയീസിൻ്റെ 1500 രൂപ ആണ് അടയ്ക്കേണ്ടത്. പിന്നെ എംപ്ലോയീസ് സൊസൈറ്റീസ്. പിന്നെ എലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 7500 രൂപ. മറ്റ് പെറ്റീഷൻ ആണെങ്കിൽ 3000 ആണ്. പ്രൊവൈഡഡ് ദാറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിങ് മെജോറിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു SC ST അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കൂൾ കോപ്പറേറ്റീവ്സ്, ഇവരൊക്കെ ഈ ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഈ എക്സംഷൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആരെയാണ് ഇതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യം ചോദിക്കാം. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, സ്കൂൾ കോപ്പറേറ്റീവ്സ്, ഇവരെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഫീസ് പേയ്മെൻറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫീസ് ഫോർ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മോണിറ്ററി ഡിസ്പ്യൂട്ട് 50 പൈസയാണ് ഓരോ എത്ര ₹10 10 രൂപയ്ക്ക്. പിന്നെ മിനിമം മാക്സിമം നോക്കാം. 500 ആണ് മാക്സിമം. മിനിമം 500, മാക്സിമം എത്രയാണ് വരിക? 10,000 ആണ്. അതായത് 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറിയ ആൾക്കാർ കേട്ടോ. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് നമ്മൾ പറഞ്ഞു എംപ്ലോയീസിൻ്റെ ആണെങ്കിൽ 1500, എലക്ഷൻ ആണെങ്കിൽ 7500, മറ്റുള്ളതിനാണെങ്കിൽ 3000 ആണ്. ഓക്കെ. പിന്നെ ഈ ഫീസ് നിയറസ്റ്റ് ഗവൺമെൻറ് ട്രഷറിയിൽ അടയ്ക്കണം. എല്ലാ പെറ്റീഷൻസും അപ്ലിക്കേഷൻസും റൂളിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് പറഞ്ഞിട്ടുള്ള പോലെ വേണം പ്രസൻറ്റ് ചെയ്യാൻ. അതിൻ്റെ ഈ ഒരു ആക്ട് പഠിക്കണം കേട്ടോ. പ്രിൻസിപ്പൽ ആക്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കേരള കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആൻഡ് സ്യൂട്ട് വാല്യൂഷൻ ആക്ട് 1959. ഇതേ രീതിയിൽ തന്നെയാണ് ചോദിക്കാറ്. വർഷം പഠിച്ചു വെക്കണം, 1959. ഓക്കെ. അടുത്തത് നോമിനേഷൻ മെയ്ഡ് ബൈ എ മെമ്പർ ഷാൾ ബി അറ്റസ്റ്റ് ബൈ. ആരാണ് നോമിനേഷൻ, ഒരു മെമ്പറുടെ നോമിനേഷൻ അറ്റസ്റ്റ് ചെയ്യേണ്ടത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആരാണ്? നോമിനേഷൻ മെയ്ഡ് ബൈ എ മെമ്പർ ഷാൾ ബി അറ്റസ്റ്റഡ് ബൈ 2 വിറ്റ്നസ്സസ്. 2 ദൃക്സാക്ഷികൾ ഒപ്പിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 2 വിറ്റ്നസ്സസ് ആണ് നോമിനേഷനിൽ അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ അപ്പം ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി നാളെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആയിട്ട് നാളെ കാണാം കേട്ടോ. താങ്ക് യു.